ചാവ് ഗൈസ്, ഇന്ന് 12/12/24 എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ആക്ച്വലി എൻ്റെ ബർത്ത്ഡേയും രജനീകാന്തിൻ്റെ ബർത്ത്ഡേയും സെയിം ഡേ ആണ്. അതൊരു സ്പെഷ്യാലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷെ എനിക്ക് ഓക്കെ, സെലിബ്രിറ്റി ബർത്ത്ഡേ കൂടെ എൻ്റെ ബർത്ത്ഡേയും എന്ന് ആലോചിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക്. പിന്നെന്താ, ഇന്ന് വലിയ ഗംഭീര ബർത്ത്ഡേ ഒന്നുമല്ലായിരുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പീസ്ഫുൾ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ഇന്നലെ രാത്രിയിൽ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി, ഒരു 12 മണിയൊക്കെ ആയപ്പം ഫുഡൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ട് പീസ്ഫുള്ളായിട്ട് കിടന്നുറങ്ങി. രാവിലെ എണീറ്റു. ഒരു സ്ലോ പേസിൽ പോയൊരു ബർത്ത്ഡേ ആയിട്ട് എനിക്ക് തോന്നി. പുറത്തൊക്കെ പോകണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷെ പിന്നെ ഞാൻ കരുതി വേണ്ട, എന്തോ എനിക്ക് മൂഡ് വന്നില്ല പോവാൻ. വെട്ടല്ലേ, അങ്ങനെ അധികം പുറത്തൊന്നും പോയില്ല. അല്ല, അധികം നല്ല, ഇന്ന് പുറത്ത് പോയില്ല. ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കി, ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കി, നല്ല ചോറും മത്തിക്കറിയും ഒക്കെ കഴിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കരുതി ഒന്ന് പുറത്തേക്ക് നടക്കാൻ പോവാം, ജസ്റ്റ് ഒന്ന് ഫ്രഷ് എയർ ഒക്കെ കൊണ്ടുവരാം. അങ്ങനെ ഞാൻ തൊട്ടടുത്തുള്ളൊരു പാർക്കിൽ വന്നിരിക്കാം. ഇതാണ് ആ പാർക്ക്. പാർക്കിൻ്റെ ഇതൊരു വലിയ പാർക്ക് കേട്ടോ. ഇതിൻ്റെ ഒരു ചെറിയ സ്പേസിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ബർത്ത്ഡേ കൊള്ളായിരുന്നു, രസമുണ്ടായിരുന്നു. എന്തോ അറിയില്ല, ഈ അഡൽട്ട്ഹുഡ് ഹിറ്റ് ചെയ്യുന്നതിൻ്റെ പരിപാടിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യം കരുതി പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന്, പക്ഷേ പറഞ്ഞ പോലെ അഡൽട്ട്ഹുഡിൻ്റെ പരിപാടി കൊണ്ടാണോ നമ്മൾ മറ്റേ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ കരുതി പുറത്ത് പോയി കാശുകളുണ്ട ചോറ് വയ്ക്കാം. അങ്ങനെ ഞാൻ വളരെ പീസ്ഫുള്ളായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ, ഈ വർഷത്തെ എൻ്റെ ബർത്ത്ഡേ പോയത്. നെക്സ്റ്റ് ഇയർ എങ്ങനെ ആയിരിക്കും നമുക്ക് അറിയത്തില്ല. എല്ലാ വർഷവും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കഴിഞ്ഞ വർഷവും എനിക്ക് സ്പെഷ്യലായിരുന്നു. എല്ലാ ബർത്ത്ഡേയും എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എനിക്കൊരു ഹാപ്പിനെസ് തരാറുണ്ട് എല്ലാ തവണയും. ഇത്തവണയും നൈസായിരുന്നു, എന്നെ കുറേ പേര് വിഷ് ചെയ്തു. അങ്ങനെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ ആൾക്കാർ എന്നെ വിഷ് ചെയ്ത്. ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് എൻ്റെ അമ്മയും അനിയത്തിയും ഒരു ഗിഫ്റ്റ് വാങ്ങി തന്നായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സംഗതി. ഇതെന്താണെന്ന് ഇപ്പം കാണിച്ചു തരാം. The thing is, ഇതാണ് എനിക്ക് ഇത്തവണത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇത് ഞാൻ കുറേ ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു. അപ്പോൾ എനിക്കിവിടെ ആമസോണിൽ അവർ ഓർഡർ ചെയ്ത് തന്നു. 2 പേരും കൂടി. നൈസാണല്ലേ. ഇത് വായിക്കാൻ ഞാൻ പഠിക്കുന്നേ ഉള്ളൂ. അങ്ങനെ കുറേ നേരം ഇവിടെ ഇരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു 5 മണിയായിട്ടുണ്ട്. ഫുൾ ഇരുട്ടായി. ഇനിയിപ്പോൾ റൂമിൽ പോവാം. ഇനി കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ തണുപ്പ് കൂടും. സോ ഒരു സ്ട്രീറ്റ് ലൈറ്റ്. ഓക്കെ, ഞാനൊരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ നിൽക്കുക. കാണുന്നുണ്ടോ? ഓക്കെ. അങ്ങനെ സക്സസ്ഫുള്ളി എനിക്ക് 1 വയസ്സും കൂടി കൂടിയിരിക്കുകയാണ്. വയസ്സായതിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് വിഷമമുണ്ട്, പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷെ ആക്ച്വലി ഐ എം ഗ്രേറ്റ്ഫുൾ. കാരണം ഇത്രയും വർഷം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതിജീവിച്ച് ഇത്രയും നാൾ സർവൈവ് ചെയ്തല്ലോ എന്നാലോചിക്കുമ്പോൾ എനിക്ക് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഭയങ്കര താങ്ക്ഫുള്ളാണ്. പിന്നെ ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ ഇപ്പോൾ ഉള്ള പോലെ പീസ്ഫുള്ളായിട്ട് അങ്ങ് പോയാൽ മതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു തീരുമാനം. സോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് വിഷസ് അറിയിച്ച എല്ലാവർക്കും എൻ്റെ താങ്ക് യു. ഇതുവരെയും വിഷ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ പോയിട്ട് വിഷസ് അറിയിക്കുക. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. നമ്മുടെ മൂൺലൈറ്റിൻ്റെ മൂണാണ് ആ കാണുന്നത്. ഹായ്. ഞാൻ പണ്ട് ചെറുതിലെ മൂണുമായിട്ട് സംസാരിക്കുമായിരുന്നു. എനിക്ക് മൂൺ ഭയങ്കര എന്തോ ഒരു ക്ലോസ് ടു ഹേർട്ട് സാധനമാണ്. എല്ലാ ആൾക്കാരും ചെയ്തിട്ടുണ്ടാവും പണ്ട്. കാരണം മൂൺ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കൂടെ വരും. അപ്പോൾ ഒരു കമ്പാനിയൻ പോലെയാണല്ലോ ചെറുതിലെ മൂണിനെ പറ്റി ആലോചിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് ചെറുതില്ല, പക്ഷെ എനിക്ക് അങ്ങനെയായിരുന്നു. സോ എനിക്ക് മൂണിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ മൂണിൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. വിഷമം വരുമ്പോൾ വിഷമങ്ങൾ പറയുമായിരുന്നു. അങ്ങനെ
പിന്നെ ഞാൻ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന ഒരു ദിവസം പോയി മൂണിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നുമായിരുന്നു. അങ്ങനെയൊക്കെ. സണ്ണിനെ എനിക്കിഷ്ടം. എനിക്ക് സൺസെറ്റ്, സൺറൈസ്, മൂൺ, പിന്നെ മൗണ്ടെയ്ൻസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അറിയത്തില്ല എന്താണ്. ഇരുട്ടായി, നമ്മൾ വീട്ടിൽ പോവാട്ടോ. എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന സാധനങ്ങളാണ്. ഈ പാർക്കൊക്കെ നിങ്ങളെ ഞാൻ പകലൊരു ദിവസം കാണിച്ചു തരാം. ഇപ്പോഴും ആക്ച്വലി 5 മണി ആയിട്ടുള്ളൂ. വെളിച്ചം പോകേണ്ട സമയമാണ് ഇവിടെ, അതുകൊണ്ടാണ് ഇരുട്ടായി പോയത്. ഞാൻ ഒരിക്കൽ ഈ ഒരു പാർക്ക് ഫുൾ നിങ്ങൾക്ക് പകൽ കാണിച്ചു തരാം. ശരിക്കും നല്ല രസമുള്ളൊരു ലാൻഡ്സ്കേപ്പ് ഉള്ളൊരു സ്ഥലമാണിത്. ഇഗ്ലു ലൈറ്റ് ഇതുണ്ടാ വോൾസിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പുറത്തെ വോൾസിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് കുറച്ച് രസമുണ്ട്. ഇത് നല്ല രസമുണ്ട് കാണാൻ. എന്തോ ഇഗ്ലു പോലെ ഉണ്ട്. സൂപ്പർ അല്ലേ? നൈസ്. ഞാൻ ഫുള്ളി കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നത്. കണ്ടോ? നൈസ്. കുറേ സ്റ്റാർസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേ വൈബ് വന്നോന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ആക്ച്വലി ക്രിസ്മസ് വൈബാണ് കേട്ടോ. കൊള്ളാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു സ്ട്രീറ്റാണ് കേട്ടോ. അതൊരു ബിൽഡിങ്ങാണ് ആക്ച്വലി. പ്രൊജക്റ്റ് വെച്ചിട്ട് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സെയിം സാധനം ഞാൻ ചർച്ചിലും കണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറേ ഷോപ്പ്സാണ്. ചെറിയ ക്ലാസ്സിക് ഷോപ്പ്സ്. അങ്ങനത്തെ കുറേ സ്ഥലങ്ങളാണിത്. ഞാൻ പറഞ്ഞ ചർച്ച്. പൊളി. ഈ ചർച്ച് ആക്ച്വലി ഞാൻ നൈറ്റ് ഇങ്ങനെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഇത് ആക്ച്വലി സൂപ്പർ. ഇത് ഞാനേ ഒരു പ്രൊജക്റ്റ് കാണിച്ചിട്ട്, ഒരു പ്രൊജക്റ്റ് വെച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ, പൊളി. ഇതൊരു ക്ലോക്ക് ടവറാണേ. നൈസ്. എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എത്ര കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഈ പള്ളി കാണാനും ഭയങ്കര രസമുണ്ട്. എന്തൊരു ഐഡിയ. ഇതെല്ലാവരും ചെയ്യുന്നതായിരിക്കും, പക്ഷെ എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണുക. ബർത്ത്ഡേ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ജസ്റ്റ് പാസ്ത, പൊട്ടറ്റോ, കുറച്ച് ഫ്രൂട്ട്സ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡിന്നർ. പിന്നൊരു ഡ്രിങ്ക് ഉണ്ട്. ഇത് ബിയറാണെന്ന് ചോദിച്ചാൽ ബിയറല്ല, അതിൻ്റെ ഒരു ചെറിയ പോർഷൻ. ആൽക്കഹോൾ പെർസെൻറ്റേജ് ഭയങ്കര കുറവാണ്. അപ്പം ഞാൻ പാസ്ത കഴിക്കട്ടെ. ഞാനുണ്ടാക്കിയ കുഴപ്പമില്ല. പൊട്ടറ്റോ കൊള്ളാം. പൊട്ടറ്റോ റെഡിമെയ്ഡ് കിട്ടിയതാ, ഞാൻ ഉണ്ടാക്കിയല്ല. ഫ്രഷറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, റെഡിമെയ്ഡ് കിട്ടും. വാങ്ങിച്ച് ഫ്രൈ ചെയ്താൽ മതി. അതും ഫ്രൈ ചെയ്തു. പാസ്തയാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. അപ്പം ഹാപ്പി ബർത്ത്ഡേ ടു മീ. ശരിക്കും കഴിഞ്ഞ ബർത്ത്ഡേയും ഞാൻ ഇവിടെ ആയിരുന്നു.
അതിന് മുന്നത്തെ ബർത്ത്ഡേയും ഇറ്റലിയിലായിരുന്നു. സോ ഐ തിങ്ക് ഇത് 3ാമത്തെ ബർത്ത്ഡേ ആണ് ഇറ്റലിയിൽ. ഐ എം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. പക്ഷേ നാട്ടിലെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് ബർത്ത്ഡേ ആയതുകൊണ്ട്. കുഴപ്പമില്ല. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ. ബൈ ബൈ.